മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം ഏറ്റെടുത്ത് ജയിലിൽ കിടക്കുന്നമാരിയല്ല നമ്മുടെ വിഷയമല്ല, ആദ്യം ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുമില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഞാൻ പറയുന്നത് എന്താ, എനിക്ക് CPM കാരോടോ CPI കാരോടോ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടല്ല. ഇത്രയും പ്രായമായ മനുഷ്യർ ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഇന്ന് വിധി കൂടെ സുപ്രീം കോടതിയിൽ അപ്രോച്ച് വന്നതിന് ശേഷം കടന്നാക്രമിക്കുന്ന ഒരു കാര്യം ഉണ്ടായി. ഈ 83 വയസ്സായ പക്ഷാഘാതമുള്ള ഒരു വ്യക്തിയെ നമ്മൾ ദ്രോഹിക്കരുത്. ഇതാണ് പ്രിമൈസ് എങ്കിൽ, ഈ പ്രിമൈസിലാണെങ്കിൽ ഈ കാലത്തിൽ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് ഈ ട്രയൽ തുടങ്ങുന്നവരെ അപ്പൊ ചുരുക്കത്തിൽ അടുത്ത ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ രാഹുൽ ഈശ്വർ പറയുമല്ലോ പത്മകുമാർ സാറിനെ അത് കഴിയുമ്പോൾ ശ്രീ എൻ വാസു സാറിനെ ഭഗവാന്റെ മുതൽ കട്ടിട്ടുണ്ടോ? കട്ടിട്ടുള്ളവൻ 150 വയസ്സാണെങ്കിലും അവനെ പിടിച്ച് അകത്തിടണം. ഈ ഗോവർദ്ധൻ പറഞ്ഞ എന്താണെന്നറിയോ? ഗോവർദ്ധന് കിട്ടിയിരിക്കുന്ന സ്വർണ്ണത്തിന് തുല്യമായിട്ടുള്ള പൈസയും അതിന് തുല്യമായിട്ടുള്ള മാലയും എല്ലാം മേടിച്ച് ശബരിമല കൊടുത്തു. ഞാൻ പറയട്ടെ രാഹുൽ ഈശ്വർ, നമ്മുടെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നു. അമ്പലത്തിൽ കയറി തൊഴുന്നതിന് ശേഷം അവിടെ ഇരിക്കുന്ന ഒരു വിളക്ക് എടുത്തുകൊണ്ട് പോരുക. വീട്ടിൽ ചെന്നതിന് ശേഷം അമ്പലത്തിന്റെ UPI അഡ്രസ്സിലോട്ട് 650 രൂപ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എന്റേതാവോ? ഒരിക്കലും. അപ്പൊ എന്റെ വീട്ടിൽ വിളക്ക് എത്തിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് പാവം അവിടെ നിന്ന് ഞാൻ വിളക്ക് കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കുമോ? പറ്റില്ല. അവിടെ എന്റെ പ്രായമോ പദവിയോ ഞാൻ പണം കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊന്നും പരിഗണനയല്ല. എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് കോടതിയാണ്. നമ്മളാരും അതിനെ ഇരുന്ന് ന്യായീകരിക്കേണ്ട. ശങ്കർദാസിനെ തുല്യ ഉത്തരവാദിത്തമുള്ള ഒരു ഭരണസമിതിയിൽ ഇരിക്കുന്ന മറ്റ് 2 ആൾക്കാർ ഉണ്ടെന്ന് അകത്ത് കിടക്കുമെങ്കിൽ ശങ്കർദാസിന് ഉണ്ട് എന്ന് അകത്ത് കിടക്കാനുള്ള അതേ യോഗ്യതയുണ്ട്. ആ യോഗ്യത എക്സസൈസ് ചെയ്തതിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒരു തടസ്സമല്ല. എനിക്ക് പരിചയമുണ്ടായത് രാഹുൽ ഈശ്വറൊന്നും അല്ല. ഇപ്പം രാഹുൽ ഈശ്വറിനെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ്. അദ്ദേഹം ഒരു മീഡിയ ട്രയൽ നടത്തുന്നവരെയാണ്. ഈ പറഞ്ഞ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം ഏറ്റെടുത്ത് ജയിലിൽ കിടക്കുന്നമാരിയല്ല. നമ്മുടെ വിഷയമല്ല, ആദ്യം ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുമില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതല്ല ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇത് ഇത്ര നിസ്സാരമായ ഒരു മീഡിയ ട്രയൽ നടത്തി ചെയ്യേണ്ട കാര്യമല്ല. അതിനകത്തൊരു ജഡ്ജിയെ കൂട്ടി നല്ല വർത്താനം പറയേണ്ടത്. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു.